ഇനി ആ രാഷ്ട്രീയത്തിൽ ഇപ്പം നമുക്കറിയാം, ലീഗ് പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടിയിട്ട് ലീഗിൽ വന്ന ആളുകളുണ്ടാവും. മെമ്പറാകാൻ കഴിയാഞ്ഞാൽ ഓൻ്റെ പണി നോക്കി പോകും. അതുപോലെ തന്നെ സ്കൂളിലൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലീഗായ ആളുകളുണ്ടാവും. അത് കിട്ടാഞ്ഞാൽ ഓൻ്റെ പണി നോക്കി പോകും. അതുപോലെ തന്നെ സ്വാർത്ഥ ലാഭം, എന്തെങ്കിലും ഒരു ലാഭം, ഒരു സർക്കാർ ജോലി, എത്ര ആളുകൾ ഇപ്പോൾ KT ജലീലിന് നമ്മൾ ജോലി വാങ്ങിക്കൊടുത്തതല്ലേ? മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു പൈസ പോലും വാങ്ങാതെ KT ജലീലിനെ നമ്മൾ അവിടെ അധ്യാപകനാക്കി. ഇപ്പോൾ ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അദ്ദേഹം മാറിയില്ല. അത് നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഉണ്ട്. അത് മേലങ്ങാടിയിലും കൊണ്ടോട്ടിയിലും നെടിയിരുപ്പിലും ഒക്കെ നമ്മൾ നോക്കിയാൽ ലീഗിനെ കൊണ്ട് ഗുണം കിട്ടിയ ഒരുപാട് ലീഗിൻ്റെ ശത്രുക്കളെ നമുക്ക് കാണാൻ കഴിയും. അവരൊന്നും ലീഗ് മനസ്സിലാക്കിയിട്ട് ലീഗായവരല്ല, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ലീഗായവരാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകും. പഴയ കാലത്ത് ഒരു പഞ്ചായത്ത് മെമ്പറാകും സാധിക്കുമെന്ന് നമ്മുടെ പൂർവികന്മാരായ ലീഗുകാർ വിചാരിച്ചിരുന്നു? ആരെങ്കിലും വിചാരിച്ചിരുന്നോ? സ്വതന്ത്ര ഭാരതത്തിൽ ഇങ്ങനെ ഒരവസ്ഥയിൽ മുസ്ലിം ലീഗ് എത്തുമെന്ന് ലീഗ് ഉണ്ടാക്കിയ ആളുകൾക്ക് സ്വപ്നം കാണാൻ സാധിച്ചിരുന്നോ? കേന്ദ്രമന്ത്രിയാകും ലീഗുകാരനെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? കാരണം അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചത്. ഒരു വലിയ, പണ്ട് സീതിയാജി പറഞ്ഞതുപോലെ, കേൾവിയും കേൾപ്പോരുമില്ലാത്ത ഒരു സമുദായം, ആ സമുദായത്തിൻ്റെ ഉന്നമനമായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് പഞ്ചായത്ത് മെമ്പറാവണ്ട, അവർക്ക് സാമ്പത്തിക ലാഭം വേണ്ട, അവരെ കുട്ടികൾക്ക് ജോലി വേണ്ട, അവരെ പേരക്കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടണ്ട. അതൊന്നുമില്ലെങ്കിലും അവർ ലീഗിനെ സ്നേഹിക്കും. ലീഗ് തകർന്നാൽ ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ, ദളിതരുടെ അവസ്ഥയിലേക്ക് കേരളത്തിലെ ന്യൂനപക്ഷം മുസ്ലിങ്ങൾ നീങ്ങുന്ന കാലഘട്ടം അതിവിദൂരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. CPM-ൻ്റെ കയ്യിൽ നമ്മൾ എല്ലാം കൊടുത്തിട്ട്, താക്കോൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്നൊരു രക്ഷ ഉണ്ടാവുമോ എന്ന് ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി. 35 കൊല്ലം ബംഗാൾ ഭരിച്ച മുസ്ലിമിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. നിങ്ങളുടെ മേലങ്ങാടിയിലും കൊണ്ടോട്ടിയിലും ഒക്കെ ഉണ്ടാവും ബംഗാളികളായ മുസ്ലിം നാമധാരികളായ ആളുകൾ. ഒരു ഫാത്തിയ സൂറത്തോന് ഓതാൻ അറിയില്ല. 35 കൊല്ലത്തെ കമ്മ്യൂണിസത്തിൻ്റെ ഭരണത്തിൻ്റെ ബാക്കി പത്രമാണത്. മതത്തെ ഇല്ലാതാക്കുന്ന നിരീശ്വരവാദത്തിൻ്റെ വാക്താക്കൾക്ക് അതല്ലാതെ വേറൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു താൽക്കാലിക ഭരണപരാജയത്തിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന പിണറായി ഭക്തന്മാരായി മാറുന്ന ലീഗ് അനുഭാവികൾ, അവരാണ് ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഞാൻ പറയട്ടെ നിങ്ങളോട്, അവരാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. കാരണം അവർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ലീഗായവരാ, അവർ ഭരണം കിട്ടാൻ വേണ്ടി ലീഗായവരാ, അവർ മന്ത്രിമാരെ കൊണ്ടോ MLA-മാരെ കൊണ്ടോ സ്വാർത്ഥ ലാഭം എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ലീഗായവരാ. ലീഗിൻ്റെ നേതാക്കന്മാർ, മൺമറഞ്ഞു പോയ നേതാക്കന്മാർ, അവർ മുന്നിൽ സ്വപ്നം കണ്ട ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ലീഗായവരല്ല. അതുകൊണ്ട്